ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും പറയുന്നു ഊട്ടിയിൽ തണുപ്പൊന്നുമില്ല, ഭയങ്കര വെയിലാണെന്നുള്ളത് സത്യമാണ്. പകൽ സമയം ഭയങ്കര വെയിലാണ്, എന്നാൽ രാത്രി ഉണ്ടല്ലോ 2 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ പോകുന്ന തണുപ്പുണ്ട് ഇവിടെ. അപ്പം നമ്മൾ പോയി വിശേഷങ്ങൾ പറയാം. ഇത് കണ്ടോ, നമ്മളൊരു വണ്ടിയുടെ പുറകെ വെച്ച് പിടിച്ചതാണ്. മോറിസ് ഗാരേജിൻ്റെ ഒരു സ്പോർട്സ് കാറാണ് കേട്ടോ. കാണാൻ കിടുവല്ലേ? അപ്പം അവൻ വിട്ടുപോയി, പക്ഷെ ഞങ്ങൾ ഓടിപ്പോയി പിടിച്ചു. പാലക്കാടിനടുത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളിതൊക്കെ എൻജോയ് ചെയ്ത് പോയി. അവിടെ ചെന്നു. ഇത് കണ്ടോ, രാവിലെ നമ്മൾ ഫ്രോസ്റ്റ് കാണാൻ ഇറങ്ങിയതാണ്. കമ്പിയിൽ ഇത് ഐസ് കട്ട വെള്ളമായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അത്രയ്ക്കും തണുപ്പുള്ള ഒരു സ്ഥലമാണ് ഊട്ടി. കണ്ടോ, ഈ രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നത് തണുപ്പില്ലാഞ്ഞുകൊണ്ടാണോ? അപ്പോൾ തണുപ്പ് ആസ്വദിക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായും ഊട്ടിയിലേക്ക് പോവുക. പക്ഷെ ചെല്ലുന്നത് രാവിലെ നമ്മൾ ഇറങ്ങുക എന്നുള്ളതാണ്. ഹോട്ടലിൽ നമ്മൾ അവിടെ നിന്ന് രാവിലെ ഈ തണുപ്പ് കാണാൻ. കണ്ടോ, ഫ്രോസ്റ്റ് കണ്ടോ, ഇറങ്ങിയാൽ മാത്രമേ നമുക്കിതൊക്കെ ആസ്വദിക്കാൻ കഴിയുള്ളൂ. കുറച്ച് കഴിഞ്ഞ് വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ചൂടാണ്, ഒരു രക്ഷയില്ല. ഇതൊന്നും അവിടെ ഉണ്ടായിരുന്നതേ നമുക്ക് തോന്നത്തില്ല, അത്രയ്ക്കും ചൂടായി വരും. നമ്മളെല്ലാവരും ഹോയി വിടുകയാണ് കേട്ടോ. എല്ലാവർക്കും അതൊരു സന്തോഷമാണ്. ഞങ്ങൾ കോട്ടയംകാരാണ്, ഇവിടെ അത്ര തണുപ്പുണ്ടാകാറില്ല. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ റൂം കൊള്ളില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ഞാൻ പറയാം. അപ്പോൾ ആ റൂം ഞങ്ങൾ 5000 റുപ്പീസ് അവിടെ നിന്ന് മേടിച്ചു. അഡീഷണൽ ബെഡ് ഉണ്ടെന്ന് പറഞ്ഞു, അതില്ലായിരുന്നു. ആ റൂമിൻ്റെ ചാവി പോലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ മഞ്ഞ് കാണാൻ പോയ സമയത്ത് ആ റൂമിലെ സാധനങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ കൊണ്ടുപോയിട്ട് തിരികെ വന്നിട്ട് പിന്നെ റൂമിൽ കൊണ്ട് വയ്ക്കുമായിരുന്നു സാധനങ്ങൾ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ അവിടെ ഇന്ദുനഗർ എന്ന് പറയുന്ന സ്ഥലം. അതായത് ഊട്ടി, നമ്മുടെ ഊട്ടിയിൽ നിന്ന് ടൗണിൽ നിന്ന് നമ്മുടെ തലൈക്കുണ്ടിലേക്ക് പോകുന്ന വഴിയിലെയാണ് ഈ ഇന്ദുനഗർ. അപ്പോൾ അവിടെ ആ ഒരു സ്ഥലത്ത് ഒത്തിരി പേര് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഞങ്ങളും ഇറങ്ങി. നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഒത്തിരി ഫ്രോസ്റ്റ് കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണെന്ന് തോന്നുന്നു, പക്ഷെ ഞങ്ങളെല്ലാവരും അവിടെ കയറി ഇത് ആസ്വദിച്ചു. തറയിലൊക്കെ ഈ ഫ്രോസ്റ്റ് വീണ് കിടക്കുകയാണ്. ഭയങ്കര തണുപ്പാണ്. കണ്ടോ, ഈ നമ്മുടെ ചുണ്ടും മുഖവും ഒക്കെ ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ തലൈക്കുണ്ടിലേക്ക് പോയി. അപ്പോൾ തലൈക്കുണ്ടിൽ വിശേഷം എന്താണെന്ന് പറയും. എല്ലാവരും പറയുന്ന അവിടെ ഇറക്കുന്നില്ല, റെസ്ട്രിക്ഷൻ ഉണ്ട് എന്ന്. വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്, അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇതുകൊണ്ട് അവിടെ ആരെയും ഇറക്കുന്നില്ല. 5-6 പേര് കയറി നിൽക്കുന്നുണ്ട്, പക്ഷെ അവരെല്ലാം കയറ്റി വിടുന്നുണ്ട്. ആരും അവിടെ ഇറങ്ങാൻ അനുവദിക്കുന്നില്ല. ഫോറസ്റ്റുകാരും പോലീസുകാരും ഒക്കെ ഭയങ്കര കാവലാണ് അവിടെ. വണ്ടികൾ പാർക്ക് ചെയ്യാനും വലുതായിട്ട് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അതിരാവിലെ ഞങ്ങൾ പോയ കാരണം ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാനും, അതായത് ഫ്രോസ്റ്റിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. സൈഡിൽ നിന്നു അതൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങ് പോകുന്നത്. തലൈക്കുണ്ട് എന്ന് പറയുന്ന ടൗണിലെ തിരക്കാണ് കേട്ടോ. ഇത്രയും തിരക്കുള്ള ഒരു ടൗണായി മാറിയിട്ടുണ്ട്. കൂടുതലും മലയാളീസാണ് വരുന്നത് അവിടെ. കാരണം നമുക്കാണല്ലോ ഈ തണുപ്പൊന്നും അധികം കിട്ടാത്തത്. അപ്പോൾ നല്ല രസമുണ്ട്. നമ്മൾ അതിരാവിലെ ചെല്ലണം എന്നുള്ളതാണ്. ഒരു 6 മണിക്ക്, 5:30-6 മണിക്ക് നമ്മൾ അവിടെ നിൽക്കണം, എങ്കിൽ മാത്രമേ ഈ തണുപ്പ് ആസ്വദിക്കാൻ കഴിയൂ. അത് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അടയാർ ആനന്ദ ഭവൻ എന്ന് പറയുന്ന ടൗണിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്, പക്ഷേ വളരെ നല്ല ഭക്ഷണം, വളരെ വൃത്തിയുള്ള ഒരു ലൊക്കേഷനാണ്. അപ്പോൾ അത്യാവശ്യം താല്പര്യമുള്ളവർക്ക് അവിടെ കയറാവുന്നതാണ്. അടയാർ ആനന്ദ ഭവൻ. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. തിരികെ നമ്മൾ ഹോട്ടലിലേക്ക് തന്നെ പോയി. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ലഗേജസ് എല്ലാം എടുത്തുകൊണ്ട് പോയി. അപ്പോൾ തിരിച്ചു കൊണ്ട് ലഗേജസ് വെച്ചിട്ടാണ് ഞങ്ങൾ ഫ്രഷ് ആവുകയൊക്കെ ചെയ്തത്. രാവിലെ വളരെ നല്ല യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ മസനഗുഡി വഴി ഊട്ടിക്ക് തിരിച്ച് പിന്നെയും വന്നു. അപ്പോൾ അവിടെ ഒരു ഫോറസ്റ്റ് ട്രെക്കിംഗ് ഉണ്ടായിരുന്നു. ആ ട്രെക്കിംഗ് എന്ന് പറയുമ്പോൾ ഫോറസ്റ്റിനുള്ളിലൂടെ ഒരു 28 കിലോമീറ്ററോളം യാത്ര എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ടൂറിസ്റ്റ് ടൈം എന്ന് പറയുന്നത് എല്ലാവരും ഈ ടൂറിസ്റ്റുകളെ പറ്റിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു ടൈമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കഴിവതും പോകുന്നത് നമ്മൾ ടൂറിസ്റ്റ് ടൈം അല്ലാത്ത ഈ ഒരു പീക്ക് ടൈമിൽ പോയി കഴിഞ്ഞാൽ, സീസൺ ടൈമിൽ പോയാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ്, അതായത് റൂം ബുക്കിങ്സോ അല്ലെങ്കിൽ വെഹിക്കിൾ ബുക്കിങ്സോ ഒക്കെ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി പെട്ടുപോകും, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ കുറേ കാര്യങ്ങളുണ്ടായാലും അതെല്ലാം അവഗണിച്ച് ഞങ്ങൾ ആ ഒരു ട്രാവല് നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ അത് കാര്യങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഒത്തിരി പേര് പറ്റിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോവുകയാണെങ്കിൽ തീർച്ചയായും റൂംസ് ബുക്ക് ചെയ്തിട്ട് തന്നെ പോവുക. അല്ലെങ്കിൽ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള 100% സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും തണുപ്പ് ആസ്വദിക്കുക. പെട്ടെന്ന് ഊട്ടിയിലേക്ക് വന്നോട്ടോ, നല്ല തണുപ്പുണ്ട് ഊട്ടിയിൽ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.